ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കാടമുട്ട ഫ്രൈ ആണ്. നമ്മൾ കോഴിക്കോട് ബീച്ചിലൊക്കെ പോകുമ്പോൾ ബീച്ചിൻ്റെ സൈഡിലെ കടകളിൽ ഇതുപോലെ കാടമുട്ട ഫ്രൈ ഉണ്ടാവുമല്ലോ. ഞാൻ ആദ്യമായിട്ട് അവിടെ നിന്നാണ് കേട്ടോ കാടമുട്ട ഫ്രൈ കഴിച്ചിട്ടുള്ളത്. ഫ്രൈ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു 12 കാടമുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പുഴുങ്ങിയെടുക്കാം. മുട്ട പുഴുങ്ങാൻ വെക്കുമ്പോൾ അതിലൊരല്പം ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തൊണ്ട് പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ. മുട്ടയൊക്കെ പുഴുങ്ങി തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ മുട്ടയുടെ ഉള്ളിലേക്ക് എരിവും ഉപ്പും ഒക്കെ പെട്ടെന്ന് പിടിക്കാനാണ് കേട്ടോ നമ്മളിതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് പെരിഞ്ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ചതച്ചതും അതുപോലെ ഗരം മസാലയും എരിവിനാവശ്യമായ മുളക് പൊടിയും ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കാടമുട്ട ഇട്ട് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിനുള്ളിലേക്ക് എരിവും അതുപോലെ ഉപ്പും ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഒത്തിരി സമയം ചൂടാക്കരുത് കേട്ടോ. മുട്ടയുടെ ആ പുറം ഭാഗം കട്ടിയായി പോവും, നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലതൊന്നും ചേർത്തിട്ടില്ല. അങ്ങനെ കാടമുട്ട ഫ്രൈ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.